ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ കോൺഗ്രസിന് കൈമാറിയത് 50 കോടി രൂപ. കർണാടകത്തിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന് സർവേ ഫലങ്ങൾ വന്നതിന് പിന്നാലെയായിരുന്നു ഈ കൈമാറ്റം. സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി മാഫിയാണെന്ന് ആരോപിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു കാലത്ത് വൻ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഒപ്പം ഷീജയെ കൂടി പ്രതീക്ഷിക്കുന്നു. രാജേന്ദ്രൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രക്ഷോഭങ്ങൾക്കായിരുന്നു കോൺഗ്രസ് ഒരു കാലത്ത് നേതൃത്വം നൽകിയത്. കൈരളി TV ആയിരുന്നു സിക്കിം ലോട്ടറിയുടെ നറുക്കെടുപ്പ് പ്രക്ഷേപണം ചെയ്തത്. ദേശാഭിമാനി സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി ദേശാഭിമാനിയും അഴിമതി നടത്തിയെന്നും പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരാണ് സാന്റിയാഗോ മാർട്ടിനെ നാട് കടത്തിയതെന്ന് വരെ പ്രചരിപ്പിച്ച കോൺഗ്രസ്കാരാണ് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നും 50 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. വിനിഷ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വാർത്ത പുറത്തു വരുമ്പോൾ കേരളം കാത്തിരിക്കുന്ന പ്രതികരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റേതാണ്. VD സതീശൻ എന്ന നേതാവ് വലിയൊരു നേതാവായി വളർന്നു വന്നത് ലോട്ടറി മാഫിയക്കെതിരായി അദ്ദേഹം നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ എന്ന പേരിലായിരുന്നു. അന്ന് ഇദ്ദേഹം നിയമസഭയിൽ ഈ സാന്റിയാഗോ മാർട്ടിനെ പോലുള്ള ലോട്ടറി തട്ടിപ്പുകാർ, മാഫിയകൾ അവർക്കെതിരെയെല്ലാം ആഞ്ഞടിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വലിയ പ്രസംഗങ്ങൾ നടത്തി. അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായി അദ്ദേഹം ഒരു സംവാദം ഈ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന് അന്ന് ഈ മാധ്യമങ്ങളുടെ എല്ലാം വലിയ പിന്തുണ ലഭിച്ചിരുന്നു. മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തെ ലോട്ടറി മാഫിയക്കെതിരെയുള്ള വലിയൊരു പോരാളി എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്നത്. അദ്ദേഹം പുറത്തെല്ലാം തന്നെ നിയമസഭയ്ക്ക് പുറത്തും ലോട്ടറി സാന്റിയാഗോ മാർട്ടിനെതിരെ വലിയ സമരപ്രഖ്യാപനം മറ്റുമെല്ലാം നടത്തി. ആ രീതിയിൽ വലിയൊരു ലോട്ടറി മാഫിയ വിരുദ്ധ പോരാളി എന്ന ഒരു പ്രതിച്ഛായയാണ് അന്ന് VD സതീശനെല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴിതാ ഈ ഇലക്ട്രൽ ബോണ്ട് കൈമാറ്റങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. VD സതീശൻ എന്തായാലും ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. VD സതീശൻ്റെ പാർട്ടിയായ കോൺഗ്രസിന് സാന്റിയാഗോ മാർട്ടിൻ നൽകിയിരിക്കുന്നത് 50 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ്. 50 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് അഴിമതിയാണ്, അഴിമതി പണമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി തന്നെയാണ്. അപ്പോൾ സാന്റിയാഗോ മാർട്ടിന് 50 കോടി രൂപയുടെ കോഴ ഈ സാന്റിയാഗോ മാർട്ടിന് 50 കോടി രൂപയുടെ കോഴ കോൺഗ്രസ് പാർട്ടിക്ക് കൈമാറിയിരിക്കുന്നു. ഇത് കൈമാറിയിരിക്കുന്നത് കഴിഞ്ഞ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചനങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് ഏതാണ്ട് ജയിക്കാൻ പോകുന്ന ഒരു ധാരണ വന്നപ്പോൾ ആ സമയത്താണ്, അതായത് 2023 ഏപ്രിൽ 5-നാണ് ഈ 50 കോടി രൂപ കൈമാറിയത്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ഗ്രൂപ്പാണ് ഈ പണം കൈമാറിയത്. ഏപ്രിൽ 10-ന് തന്നെ ഈ പണം കോൺഗ്രസ് നേതൃത്വം പണം ഇത് ഇലക്ട്രൽ ബോണ്ടിലൂടെ അത് പണമാക്കി മാറ്റി. ആ രീതിയിൽ അവരത് കൈക്കലാക്കിയിരുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തം. എന്തിനാണ് കോൺഗ്രസിന് ഈ പണം കൈമാറിയതെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. സാന്റിയാഗോ മാർട്ടിൻ്റെ ലോട്ടറി ബിസിനസ്സിന് അനുകൂലമായ സമീപനം കോൺഗ്രസിനെ കൊണ്ട് ആ സമീപനം എടുപ്പിക്കുക. അതിനുവേണ്ടിയാണ് ഈ തുക കോഴയായി കൈമാറിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശൻ ഇതിന് മറുപടി പറഞ്ഞേ തീരൂ. 50 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് എന്തിനാണ് കോൺഗ്രസ് കൈപ്പറ്റിയത്? ഒന്ന്. രണ്ട്, ഒരു സമയത്ത് സാന്റിയാഗോ മാർട്ടിൻ വലിയ ലോട്ടറി മാഫിയ തലവനെന്നും പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുക, നിയമസഭയിലെല്ലാം തന്നെ വലിയ ഇടപെടലുകൾ നടത്തുക, പത്രസമ്മേളനങ്ങൾ നടത്തുക, മാധ്യമങ്ങളെല്ലാം തന്നെ പൂർണ്ണ പിന്തുണ നൽകുക. ഇപ്പോൾ തന്നെ ഇതിൻ്റെ വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ബഹുഭൂരിഭാഗം വരുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. അവരെല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. അന്ന് ഈ VD സതീശൻ്റെ ഒരു പ്രതിച്ഛായ നിർമ്മിതിക്കായി ഒരു ലോട്ടറി മാഫിയ വിരുദ്ധ പോരാളി എന്ന വലിയൊരു പ്രതിച്ഛായ നിർമ്മിക്കാനായി ശ്രമിച്ചവരെല്ലാം തന്നെ ഇപ്പോൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. വളരെ വ്യക്തമാണ്. കോഴപ്പണം 50 കോടി രൂപയുടെ കോഴയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസ് പാർട്ടിക്ക് കൈമാറിയത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇതിന് കർണാടകത്തിൽ അധികാരത്തിലുണ്ട്, ഹിമാചൽ പ്രദേശിൽ ഭരണത്തിലുണ്ട്. എന്നാൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണമില്ലെങ്കിലും കേരളത്തിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. സ്വാഭാവികമായും ഈ സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസിന് നൽകിയ ഈ 50 കോടിയുടെ വിഹിതം യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയണം. എന്തിനാണ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 50 കോടി രൂപ കോഴയായി കൈപ്പറ്റിയത്? എന്താണ് പ്രതിഫലമായി നൽകിയത്? ഇവരുടെ ഈ നിലപാട് ഇത് ഇരട്ടത്താപ്പല്ലേ?
നേരത്തെ നടത്തിയിരുന്ന സാന്റിയാഗോ മാർട്ടിൻ വിരുദ്ധ സമരമെല്ലാം തന്നെ അതെല്ലാം വെറും കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഇരട്ടത്താപ്പ് മാത്രമായിരുന്നില്ലേ? സതീശൻ്റെ ലോട്ടറി മാഫിയ വിരുദ്ധ പോരാട്ടം എന്നത് അത് പരിഹാസ്യമായില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കാണ് വി.ഡി. സതീശനും അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും എല്ലാം മറുപടി പറയേണ്ടത്. ദയവായി രാജേന്ദ്രൻ തുടരുക. ഇപ്പോൾ ഷീജ കൂടെ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, രാജേന്ദ്രൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസുകാർ സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്? കാരണം അതിലെ അത്രയേറെ പ്രക്ഷോഭങ്ങൾ ലോട്ടറി മാഫിയക്കെതിരെ നയിക്കുന്നു. ലോട്ടറി മാഫിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസുകാരാണ് ഇപ്പോൾ 50 കോടിയിലേറെ രൂപ ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്. തീർച്ചയായും വിനീഷ, ഏതായാലും ഇരട്ടത്താപ്പ് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളതിൽ സംശയമില്ല. കാരണം രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം നമുക്കറിയാം VS സർക്കാരിൻ്റെ കാലത്തൊക്കെ ഏത് രീതിയിലാണ് ഈ UDF എന്ന് പറയുന്നത്, അതിൽ പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്നും ഏത് രീതിയിലാണ് ഇതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്. കാരണം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് സഹായം വാങ്ങിയെന്ന തലത്തിൽ വലിയ തോതിൽ വാർത്തകൾ പടച്ചുവിടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യത്തിനായി എല്ലാ പത്രങ്ങളും പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ദേശാഭിമാനി എന്നൊരു പത്രം, അതോടൊപ്പം തന്നെ കൈരളി എന്നൊരു സ്ഥാപനം, ഈ 2 സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CPIM-ലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നീക്കം അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമാക്കുന്നു. അതോടൊപ്പം തന്നെ പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ സമരങ്ങൾ നയിക്കുന്നു. അപ്പോൾ ഈ സമരങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്. രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വി.ഡി. സതീശൻ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ്. കാരണം അന്ന് കള്ള ലോട്ടറിക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നവർ എന്നൊരു വലിയ പരിവേഷം ഉണ്ടാക്കാനാണ് വി.ഡി. സതീശനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ സതീശന് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും 50 കോടി വാങ്ങി, ഇലക്ട്രൽ ബോണ്ടായി വാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രസക്തമാകുന്ന വിഷയം. ഏതായാലും അന്ന് ഈ ഉയർത്തിവിട്ട സമരങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ അതിൻ്റെ പിന്നിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം നമുക്കറിയാം VS സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വ്യാജ ലോട്ടറിയെ സംസ്ഥാനത്ത് നിന്നും കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതും വലിയ നിയമപോരാട്ടം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയതും. ആ രീതിയിലാണ് സംസ്ഥാനത്ത് നിന്നും വ്യാജ ലോട്ടറിയെ തുടച്ചു നീക്കുന്നതും അത്തരത്തിലുള്ള എല്ലാ നടപടികളും ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുവാൻ വേണ്ടി കോൺഗ്രസ് രംഗത്ത് വരുന്നതാണ് കാണുവാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ സാന്റിയാഗോ മാർട്ടിൻ എന്ന് ഒരു കാലത്ത് അവർ തന്നെ ആരോപിച്ചിരുന്ന ലോട്ടറി രാജാവിൽ നിന്നും എന്തിന് പണം കൈപ്പറ്റി എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞേ മതിയാകൂ എന്നുള്ളതിൽ സംശയമില്ല. അതിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ 50 കോടിയിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരും തുക കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ പറയുന്നത് പോലെ കേരളത്തിൽ ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിലേക്ക് ഈ പണം എത്താതെ പോകില്ല എന്നുള്ളതും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ്റെ പ്രതികരണം തന്നെയാണ് ഇനി ഏറെ പ്രസക്തമാകുന്നത്. കാരണം ഇതിൽ ഇനി എന്താണ് ന്യായീകരിക്കാനുള്ളത് വി.ഡി. സതീശന് എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്.